അനുഗ്രഹപ്രദമായ ദിവസങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മളൊരാളെ കാത്തിരിക്കുകയാണ്. നമ്മളൊരാളെ കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ആളുമായിട്ടുള്ള സ്നേഹം നമുക്ക് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഉദാഹരണത്തിന്, നമ്മുടെ കുഞ്ഞിനെ ഹോസ്റ്റലിൽ വിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാൻ തയ്യാറായിരിക്കുന്നെന്ന് വിചാരിക്കുക. ആ വരുന്ന ദിവസം വരെയും നമുക്കൊരു വെയിറ്റിംഗ് പീരീഡുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കുന്നതിൻ്റെ സന്തോഷം ആ മാതാപിതാക്കളുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴമനുസരിച്ചിരിക്കും. ഹോസ്റ്റലിൽ വിട്ടിരിക്കുന്ന ഒരു കുഞ്ഞ് തിരിച്ചു വരുന്നത് നോക്കിയിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആ കുഞ്ഞുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴബന്ധത്തിൽ ആ ദിവസത്തിനായിട്ട് നമ്മൾ നോക്കി പാർക്കും. നമ്മളിപ്പോൾ ഒരാളെ കാത്തിരിക്കുകയാണ്. അത് ഒരാളാണ്, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹോളി വെയിറ്റിംഗ് പീരീഡ്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ഗൗരവത്തിലേക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പെന്തിക്കോസ്ത് നാൾ വന്നു, എല്ലാവരും സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റുപോലെ ആകാശത്തിൽ അത് വന്ന് അടിച്ചു. എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടിയത് വിവിധ ഭാഷകളിൽ സംസാരിക്കുവാനുള്ള നല്ലവരുമാണ് പെട്ടെന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരു ധാരണ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞാൽ ചില ഭാഷാ പ്രകടനങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ ചില ക്രയ വിക്രിയകളൊക്കെ കാണിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം ലഭിച്ചതിൻ്റെ പ്രധാന ഒരു ഭാവന അല്ലെങ്കിൽ ഭാവപ്രകടനം എന്ന് നമുക്കൊരു തോന്നലുണ്ട്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ ആ അധ്യായം വായിക്കുമ്പോൾ, 2-ാം അധ്യായം വായിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അവർക്ക് ഭാഷാപരം കൊടുത്തത്? കാരണം അവിടെ തൊട്ട് താഴെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്, അന്ന് ആകാശത്തിൻ കീഴിലുള്ള സകല ജാതിയിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അതുകൂടാതെ അനേകർ ദൂരത്തു നിന്ന് പേർഷ്യർ, മേദ്യർ, ഗ്രീക്കുകാർ, റോമൻസ്, ഇങ്ങനെ മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നും എന്താണ് ഇവിടെ നടക്കുന്നതെന്നും അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാൻ ഈ ശിഷ്യന്മാർക്ക് ആർക്കും വേറെ ഭാഷയൊന്നും അറിയത്തില്ല. പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്, അത് ബാക്കി ഭാഗത്തോട്ട് വരുമ്പോൾ, അതായത് നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ പത്രോസ് അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. യോവേൽ പ്രവചനത്തിൽ നിന്നും മറ്റ് പ്രവചനങ്ങളിൽ നിന്നും അന്ത്യകാലത്ത് ഞാൻ സകലജഡത്തിന്മേലൊരു ആത്മാവിനെ പകരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് വന്ന് ഈ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ മേലും അവർക്ക് പ്രബോധനം കൊടുക്കേണ്ട കാര്യം ആരെ പറ്റിയാണ്? പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. അപ്പോൾ ഇവർക്ക് ആദ്യം ലഭിക്കേണ്ട നൽവരം എന്താണ്? പറഞ്ഞാൽ മനസ്സിലാവണം, അതിന് ഭാഷാവരം കൊടുക്കണം. പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാവരം മാത്രമല്ല, പരിശുദ്ധാത്മാവ് വന്നു എന്നതിൻ്റെ അടയാളം ഭാഷാവരം ലഭിക്കുന്നത് മാത്രമല്ല, അവനിൽ മാനസാന്തരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 37-ാം വാക്യം നോക്കി, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്
നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ടത് ഭാഷാപരവും അല്ലെങ്കിൽ വലിയ പ്രകടനങ്ങളും ഉച്ചയുത്തി നിൽക്കുന്ന പരിപാടിയും ഒന്നുമല്ല. ആദ്യം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്താണ്? ഉള്ളിൽ മാനസാന്തരമാണ്. ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകുന്നതിന് മുമ്പായി നമ്മൾ കേൾക്കേണ്ടത് ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ്ത് നാളിൽ സംഭവിച്ചത് ഈ 3 കാര്യങ്ങളാണ്. അതായത് പരിശുദ്ധാത്മാവ് വരുന്നു, അവർക്ക് ഭാഷാവരം കിട്ടിക്കഴിയുമ്പോൾ ആ കൂടി വന്നവരിലെല്ലാം ശിഷ്യന്മാർ പറയുന്നത് എന്താണെന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് അത് മനസ്സിലാകുന്നു. മനസ്സിലാക്കി കൊടുക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. കർത്താവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാകത്തക്കവണ്ണം അത് മനസ്സിലാക്കി കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടായി, എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരവിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അതിൻ്റെ പ്രകടനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഈ കർത്തൃസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അല്പസമയം മനനം ചെയ്യാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നനുസരിച്ചിരിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പായി ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ സ്വർഗാരോഹണമൊക്കെ കണ്ടിട്ട് വലിയ സംഭവം എന്നുപോലെ നിങ്ങൾക്ക് തോന്നും അല്ലേ? നമ്മളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? ഇപ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്ന സംഭവം നമ്മളായിരുന്നു കണ്ടതെങ്കിൽ നമ്മൾ ഉടനെ ചാടിപ്പോയി 4 പേരോട് ഇതെല്ലാം അങ്ങ് പറഞ്ഞ് ഞങ്ങളാണിത് കണ്ടത്, ഇത് വൻ സംഭവമാണ്, ഇങ്ങനൊരാൾ ഇവൻ ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞു നടന്നേനെ. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളിപ്പോൾ ഒന്നും പറയണ്ട, നിങ്ങൾ മാറിയിരിക്കണം. 10 ദിവസം നിങ്ങൾ മാറിയിരുന്ന് ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം യെരുശലേമിൽ നിങ്ങൾ കാത്തിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരാളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ഒരു വ്യക്തിയെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, ആ ഗുരുശിഷ്യ ആ ഗുരു ഇനിയും ഞങ്ങളോടുകൂടെ ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവില്ല. ഒരപ്പന് കുഞ്ഞിനോടുള്ളതിനേക്കാളിൽ ഒരു ആത്മബന്ധമാണ് ഒരു ഗുരുവിന് ശിഷ്യനോടുള്ളത്. അത് നമ്മുടെ ഈ കാലത്ത് ഗുരുശിഷ്യ ബന്ധങ്ങളില്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാകത്തില്ല. കാരണം ആത്മീയമായി അവനെ ജനിപ്പിക്കുന്ന ഒരാളാണ്. പൗലോസ് അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആത്മാവിൽ ഞാൻ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു ഗുരുസ്ഥാനി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കർത്താവ് ഒറ്റ വിളിക്ക് സ്പെഷ്യൽ കോളിങ്ങിൽ, നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, സ്പെഷ്യൽ കോളിങ്ങിൽ വിളിക്കപ്പെട്ടവരാണ്. പെട്ടെന്ന് ഈ ആൾ പോകുക എന്ന് പറയുന്നത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോകുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരാളെ തരുമെന്ന് പറഞ്ഞിരുന്നു, ആ ആളെ ഞാൻ അയക്കും, പക്ഷെ നിങ്ങൾ കാത്തിരിക്കണം. അത് വെറുതെ വന്നാൽ അല്ലെങ്കിൽ ഒരു ലാഘവ രീതിയിൽ ഇരുന്നാൽ ഇത് കിട്ടത്തില്ല. നമ്മളിപ്പോൾ സഭ കാത്തിരിപ്പ് ദിവസമായിട്ട് ഇത് വെച്ചിരിക്കുകയാണ്. നമ്മൾ എത്ര പേര് ഇതിനായിട്ട് ദാഹിക്കുന്നുണ്ട്? ആ ദാഹം വരണമെന്നുണ്ടെങ്കിൽ ഹൗ ഫാർ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ദ പേഴ്സൺ ഹോളി സ്പിരിറ്റ് ഈസ്, അതാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ ആദ്യം പ്രാപിച്ചത് ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മറ്റാരുമല്ല, പരിശുദ്ധ ദൈവമാതാവായിരുന്നു. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ വാക്യത്തെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പറയണം. ട്വിസ്റ്റ് ചെയ്യാൻ മറ്റൊന്നുമല്ല, നിൻ്റെ എന്നുള്ളിടത്ത് എൻ്റെ എന്നാക്കണം. നമുക്ക് ഈ ദിവസങ്ങളിൽ മുഴുവനും ദൈവികമായ ചിന്തകൾ കൂടുതൽ നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കണം. അപ്പോൾ ഈ വചനത്തെ നമ്മൾ ഈ രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. വചനം നമ്മൾ ഉരുവിടും തോറും നമ്മളൊരു വാക്ക് പറയുന്നത് നിസ്സാരമായിട്ട് എടുക്കരുത്. അതുകൊണ്ടാണ്
പൊട്ടച്ചൊല്ല്, ചീത്തത്തരം, കളിവാക്ക്, ഇമാതിരി വർത്തമാനങ്ങളൊക്കെ നമ്മുടെ വായിൽ നിന്ന് വന്നാൽ ശബ്ദ തരംഗങ്ങൾക്ക് ശക്തിയുണ്ട്. ഇത് വേവ്സ് ആണത്, വേവ്സ്. വചനം ശബ്ദമാണ്. ദൈവവചനമാണ് നമ്മൾ ഉരുവിടുന്നതെങ്കിൽ ആ ദൈവവചനം അതൊരു ശക്തി വ്യാപാരമായി അതിൽ തന്നെ ഇരിക്കുന്ന ശക്തി നമ്മളിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അശുദ്ധമായ വ്യാപാരങ്ങളാണ് നമ്മുടെ അധരങ്ങൾ കൊണ്ട് പറയുന്നതെങ്കിൽ അത്തരം ശക്തികൾ നമ്മുടെ മേൽ ആവസിക്കും. നമ്മുടെ ശരീരം അത്തരം അന്ധകാര ശക്തികൾക്ക് കീഴ്പ്പെട്ടു പോകും. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ, നിങ്ങൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അല്ലേ, അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു വിശുദ്ധീകരണം നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. കർത്താവ് ശിഷ്യന്മാരുമായിട്ട് എമ്മോസിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കർത്താവാണെന്ന് അവരറിഞ്ഞില്ല. പക്ഷെ അവർ കർത്താവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ലൂക്കോസിന് സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ 28-ാമത്തെ അധ്യായം തോന്നുന്നു, അവിടെ ഇപ്രകാരമാണ് എഴുതിയിട്ടിരിക്കുന്നത്. എന്താണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്? കർത്താവിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളുടെ ജീവിത വ്യാപാരങ്ങളിൽ എത്ര സമയം നമ്മൾ കർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്? നമ്മൾ ഒരു ദിവസത്തെ നമ്മുടെ സംഭാഷണങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മതി. കർത്താവിനെക്കുറിച്ചാണോ സംസാരിച്ചത്, അതോ നമ്മുടെ അടുത്തില്ലാത്ത മൂന്നാമതൊരാളെക്കുറിച്ചാണോ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ നമുക്കൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണോ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്നും നമ്മുടെ വായിൽ വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ലോകപരമായ പല കാര്യങ്ങളും ചിന്തിക്കാനും പറയാനും ഒക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ എമൗണ്ട് ഓഫ് ടോക്കിംഗ് ഏതായിരുന്നു, അതിനനുസരിച്ചുള്ള വ്യാപാര ശക്തി നമ്മുടെ ശരീരത്തിൽ കയറിപ്പിടിക്കും. അങ്ങനെയാണ്. അതേസമയം വചനങ്ങൾ വായിച്ച് വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രവേശിക്കും. പൗലോസ്ലീഹ അതാണ് പറയുന്നത്, ഓരോരുത്തൻ മറ്റുള്ളവനോട് എങ്ങനെ ഉത്തരം പറയേണ്ടു എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയുള്ളതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. എഫേസ്യർക്ക് എഴുതിയ 4-ാം അധ്യായം 19-ാം വാക്യമാണെന്ന് തോന്നുന്നു, വായിക്കാമോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യമാണോ? അല്ല, 4-ാം അധ്യായം. എൻ്റെ വേദപുസ്തകം കയ്യിലില്ല, അതാണ് എൻ്റെ പ്രശ്നം. അതല്ല ആ വാക്യമല്ല, 4-ൽ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയേണ്ടു എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും 29, 19 അല്ല 29 വായിച്ചേ. Let no evil talk come out of your mouth, but only such as is good for edifying, as fits the occasion, that it may impart grace to those who hear. നിങ്ങൾ ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയേണ്ടു എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയുള്ളതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഉപ്പിനാൽ രുചി വരുത്തുന്നത് ആരാണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തീ കൊണ്ട് ഉപ്പിടും. തീ കൊണ്ടാണ് ഉപ്പിടുന്നത്. അപ്പോൾ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും സൗമ്യതയുള്ളതും സാവധാനതയുള്ളതും ആകണമെന്നുണ്ടെങ്കിൽ തീ നാവിന്മേൽ ഇറങ്ങണം. തീ, മനസ്സിലായോ? ആ തീയാണ് പരിശുദ്ധാത്മാവ്. 39-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഈ തീ കത്തുന്നതിന് മുമ്പ് നാവെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഭിന്നതയുണ്ടാകുന്നത്. മനസ്സിലായോ? എന്താണ് ദേവാലയങ്ങളിൽ ഭിന്നതയുണ്ടാകുന്നതിൻ്റെ കാര്യം? തീ കത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ ഇറങ്ങുന്നില്ലെന്നർത്ഥം. പെന്തിക്കോസ്തി ഇല്ലെന്നർത്ഥം. പെന്തിക്കോസ്തി ആണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന ഒരു സംഗതിയല്ല, എല്ലാ ദിവസവും സംഭവിക്കേണ്ടതാണ്, എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ആദ്യം ഞാൻ സൂചിപ്പിച്ചു, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരിൽ ഉണ്ടായത് എന്താണ്? കർത്താവിനെക്കുറിച്ച് കേട്ടു.
ഭാഷാവരം കൊടുത്തത് എന്തിനാണ്? അവിടെ ഭാഷാവരം കൊടുത്തത് കർത്താവിനെക്കുറിച്ച് അവരെ അറിയിക്കണം. അതിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ ഭാഷാവരം അല്ലാതെ വേറെ മാർഗമില്ല. ഞാനിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നത് ജോസ്ലിൻ ഈസ് ഫ്രം എ ഡിഫറെൻറ്റ് കൺട്രി, റൈറ്റ്? Yeah. Sit down. So, she should understand only if I talk in Philippines or in English. But that time, such a thing was needed because so many people were coming from different countries. So they have to understand whatever these disciples were talking in their own language. They talked in only one language, but people heard in their own language and could understand it. That is the speaking in tongue blessing എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അത് ആവശ്യമായി. ദാറ്റ് വാസ് എ നീഡ് ദെയർ. Why was that need? That need was given because these people who came from different countries should hear about Jesus Christ, the Son of God. So that blessing was given as a blessing of the Holy Spirit as speaking in tongue. But what is the outcome? Outcome is more important. അതുകൊണ്ടാണ് പറയുന്നത് വരങ്ങളല്ല ഫലങ്ങളാണ് വലുത്. It's not the blessing that matters. It's the fruit that matters, which you bear. You bear the fruit. What is the fruit here in Epistles chapter 2? What is the fruit? Can you tell me? I just mentioned you before. What was the fruit there? The fruit was repentance. People repented. That is more important. Because when Holy Spirit came, people realized and understood who exactly Jesus is. And because of that, when they heard what the disciples were talking, they repented. That is the fruit. So repentance is the fruit of the Holy Spirit. Even though 9 fruit of the Holy Spirit were mentioned in Galatians chapter 5 verses 22. Can you please read? Galatians chapter 5 verse 22. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചോ? സ്നേഹം, സന്തോഷം, സമാധാനം. Please read the English version also so that everyone can understand. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. Please. But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, self-control. ഈ 9 ഫലത്തെ പറ്റിയും സംസാരിക്കാൻ ഒരുപാട് സമയം വേണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓരോന്നിനെയും പറ്റി നമുക്ക് പഠിക്കേണ്ടതാണ്. പക്ഷേ ഈ 9 കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടേണ്ടതാണ് അതിൻ്റെ റൂട്ട്. എന്താണ് ആ ഫ്രൂട്ടിൻ്റെ പ്രധാന സംഗതി? അതാണ് റിപ്പൻറ്റൻസ്. ഇതാണ് ആദ്യം ഉണ്ടാകുന്നത്. That's why Jesus Christ also started his ministry proclaiming the kingdom of God is near, you repent. John the Baptist was also proclaiming the kingdom of God is near, you repent. That is the first thing that we have to do. Otherwise, howsoever Pentecostal Susrusha that we are doing, it is going to be in vain. നമുക്ക് മാനസാന്തരം ഉണ്ടായി പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ശുശ്രൂഷകളായിട്ട് തന്നെ ഇരിക്കും. നമുക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല. കാരണം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അടുത്തു വരുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്, the articulation or the attribute given to the Spirit is holy. Because our God is holy, because Jesus Christ is holy, and holiness is a person that is none other than Jesus Christ, and similarly Holy Spirit is also a person and he is also holy. അപ്പോൾ ആ ഹോളിനെസ്സിലേക്കാണ് നമ്മൾ അടുത്ത് വരുന്നത്. നമ്മളിപ്പോൾ പള്ളിക്കൂദാശ നടത്താൻ പോവാണ് അല്ലേ? നമ്മളത് പഠിച്ചു കഴിഞ്ഞു. പള്ളിക്കൂദാശ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു കെട്ടിടത്തെ അല്ല, നമ്മളുടെ ഹൃദയങ്ങളെയാണ്. പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഓരോ കഥകയിലും നിങ്ങൾ ശ്രദ്ധിച്ചോണം, അടുത്ത ആഴ്ച ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ദേവാലയത്തിൻ്റെ ഓരോ കഥകയിലും എന്തുകൊണ്ടാണ് റോഷ്മ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? മൂറോൻ കൊണ്ടാണ്. മൂറോൻ ഉപയോഗിക്കുന്ന 2 കാര്യത്തിനേ ഉള്ളൂ. എന്തിനൊക്കെയാണ്? പാമുദീസായിക്കും പള്ളിക്കൂദാശിക്കും.
മാമോദീസ നടത്തുമ്പോൾ എന്തിനെയാണ് കൂദാശ ചെയ്ത് അനുഗ്രഹിക്കുന്നത്? യുവർ ബോഡി. Temple of God is a representation of your body. That's why in Corinthians chapter 1 verse 3 verse 16 it is said, you are the temple of God and don't you know that the Spirit of God dwells in you. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഈ കഥകയിൽ ഇങ്ങനെ റൂഷ്മ ചെയ്യുമ്പോൾ അവിടെ ഒരു നീണ്ട പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗം വരുമ്പോൾ, കർത്താവേ ഈ ദേവാലയത്തെയും ഞങ്ങളെയും ശുദ്ധീകരിക്കണമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അടുത്ത ആഴ്ച കൂദാശയല്ലേ. അങ്ങനെയാണ് കൂദാശ. അല്ല ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമെന്നല്ല. അങ്ങനെ നിൽക്കത്തില്ല, അത് പൂർണ്ണമാകത്തില്ല. ദേവാലയ ശുദ്ധീകരണം ഈസ് കംപ്ലീറ്റ് ഓൺലി വെൻ യു ആർ സാങ്ക്ടിഫൈഡ്. അപ്പം അതിനുവേണ്ടി ഒരുങ്ങണ്ടേ? സത്യത്തിൽ ഇത് നല്ലൊരു കാത്തിരിപ്പ് ദിവസത്തിൻ്റെ അവസാനത്തിലാണ് നിങ്ങളുടെ പള്ളിയുടെ കൂദാശയം നടക്കുന്നത്. പക്ഷേ I don't know how far we people are. I am including myself also along with you. We people are preparing ourselves for the consecration. Our body is going to be consecrated there, not the church, not only the church. When our body is consecrated, by default the church building is consecrated. നിങ്ങൾ ചർച്ച് ബിൽഡിംഗ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡിയെ അശുദ്ധമാക്കിയാൽ, അതായത് നമ്മളെ അശുദ്ധമാക്കിയാൽ, ഹോളിനെസ് അവിടെ നിൽക്കില്ല, പോകും. നമ്മൾ വിചാരിക്കും ത്രോണോസൊക്കെ കൂദാശ ചെയ്ത് അങ്ങനെ വെച്ചേക്കാണ്. അതാണ് ദേവാലയത്തെ അശുദ്ധമാക്കുക എന്ന് പറയും. ദേവാലയം അശുദ്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ആരശുദ്ധമായി? നമ്മൾ അശുദ്ധമായാൽ ദേവാലയം നശിക്കും. യെരുശലേം ദേവാലയം നശിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ വിചാരിച്ച് യെരുശലേം ദേവാലയത്തിൽ എന്ത് പറ്റിയത്? എന്താണ് അതിന് കുഴപ്പം പറ്റിയത്? യെരുശലേം ദേവാലയം നശിക്കുന്നതിന് മുമ്പ് ജനം നശിച്ചു. ജനം നശിച്ചപ്പോൾ അവിടെ ബാൽവിഗ്രഹങ്ങൾ, കുഞ്ഞുങ്ങളെ ബലികഴിക്കുക, അഗ്നിപ്രവേശം ചെയ്യിക്കുക, മ്ലേച്ഛ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദേവാലയം ശത്രുക്കളെ ദൈവം ഭരമേൽപ്പിച്ച് നശിപ്പിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, അനുതാപം ഉണ്ടാകാതിരുന്നാൽ ഹോളി സ്പിരിറ്റിൻ്റെ ഫ്രൂട്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? അനുദപിക്കുക, മനസാന്തരപ്പെടുക. അങ്ങനെ വരുമ്പോൾ ശക്തി നമ്മളിലേക്ക് ഇറങ്ങും. പേഴ്സൺ വരുവാൻ വിശുദ്ധിയും, പേഴ്സൺ വന്നു കഴിഞ്ഞാൽ ആ പേഴ്സൺ ശക്തിയുമാണ് തരുന്നത്. അപ്പോൾ ഹോളി സ്പിരിറ്റിന് രണ്ട് ആസ്പെക്ട്സുകളുണ്ട്. ഹീ ഈസ് എ പേഴ്സൺ ആസ് വെൽ ആസ് ഹീ ഈസ് എ പവർ. ഫിലിപ്പിയർ 3:21, Philippians 3:21. Someone can take that, and some others can take Ephesians 3:20. ഇതൊരു ശക്തി വ്യാപാരം കൂടെയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിനാണ്. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചതും പരിശുദ്ധാത്മാവിനാണ്. റോമർ 8:11. ഒരാളത് എടുക്കുക, 3 വാക്യം വായിക്കണം. Philippians 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, ഇംഗ്ലീഷ് വേർഷനോടെ വായിച്ച മോള്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയൻസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരട്ടെ. ഫിലിപ്പിയൻസ് അറിയാമോ? 3:21. ഇംഗ്ലീഷ് വേർഷൻ ആരെങ്കിലും വായിച്ചേ പെട്ടെന്ന്. ഏകദേശം വായിച്ചു തുടങ്ങണം കേട്ടോ. Who will transform our lowly body that it may be conformed to his glorious body according to the working by which he is able even to subdue all things. അതിനകത്ത് വ്യാപാര ശക്തി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക് ഏതാണെന്ന് കണ്ടുപിടിച്ച്. ഞാൻ കേട്ടില്ല മുഴുവനും വായിച്ചത്. By the power. അതാണ് പവർ. അതാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞുങ്ങളൊക്കെ ഇനി ന്യൂ ടെസ്റ്റ്മെന്റ് ഒക്കെ വായിച്ചു തുടങ്ങണം കേട്ടോ. അതിനുള്ള പ്രായമൊക്കെ ആയി കേട്ടോ. ഇങ്ങനെ ഇരിക്കരുത്, വേദോസം നന്നായിട്ട് വായിക്കണം. ഇനിയും Ephesians 3:20 എടുത്ത്. Ephesians 3:20. Now to him who is able to do far more abundantly than all that we ask or think, according to the power according to the power. കണ്ടോ? at
work within നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന തൻ്റെ വ്യാപാര ശക്തിയാൽ കഴിയുന്നവന്. ഇതൊരു ശക്തിയാണ്. റോമൻസ് 8:11 വായിച്ചേ. കർത്താവായി മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എങ്കിൽ ക്രിസ്തുവിനെ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ ആരാണ്? ആരാണ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ? അവന്റെ ആത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാരാണ്? വായിക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ചു പോകണ്ടേ? ഹോളി സ്പിരിറ്റ് എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, സ്പെസിഫിക് ആയിട്ട് പറയണം. പിതാവാം ദൈവം, പിതാവാം ദൈവത്തിന്റെ ആത്മാവ്, അതാണ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഉണ്ടെങ്കിൽ കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം. പിന്നെന്താണ്? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ, അതാരാണ്? വീണ്ടും പിതാവ്. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ അതിനെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ അതാരാണ് പിതാവാം ദൈവത്തിൻ്റെ ആത്മാവ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ അത്രയും നീളമുള്ള വാക്യം ഒറ്റ വാക്കായിട്ട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, അതാണ് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവ് ആരാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ അതാരാണ്? പിതാവ്. അപ്പോൾ ആ വചനം ഇങ്ങനെ വായിക്കാം: പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ പിതാവ്, മനസ്സിലായോ? നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട്, പിതാവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ കൊണ്ട്, അല്ലെങ്കിൽ പിതാവ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ പിതാവ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ ജീവിപ്പിച്ചിരിക്കുന്ന അതേ ആത്മാവുണ്ടെന്നാണ്, അതേ ആത്മാവുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പ്രിവിലേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ആത്മാവിനെയാണ്, ഈ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത്. ഇറ്റ്സ് പവർഫുൾ, ഹോളി. അപ്പം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം. അപ്പം അനുതാപത്തോടെ, പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ ഉള്ളിലെ ഈ ശക്തി ഇറങ്ങി വരത്തുള്ളൂ. അത് നമുക്ക് അനുഭവപ്പെടുത്തുള്ളൂ. ഇല്ലെങ്കിൽ ആരാധനയൊക്കെ മുഷിപ്പായിരിക്കും, ഒരു സംശയം വേണ്ട. ആരാധന എപ്പോഴാണ് മുഷിപ്പാവുന്നത്? ഒരു സംഗതി എപ്പോഴാണ് മുഷിപ്പാവുന്നത്? നമ്മൾ എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? മനസ്സിലാകാത്തപ്പം ബോറടിക്കാം. ഒന്ന്, ഇപ്പം ഞാൻ അച്ഛൻ എൻ്റെ അടുത്തിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇളങ്ങി എണ്ണീച്ച് പോയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എനിക്ക് ഇൻട്രസ്റ്റ് അല്ല, എനിക്ക് അതിനകത്ത് അച്ഛനോട് താല്പര്യമില്ല. എന്നാൽ താല്പര്യമുള്ള ആളാണെങ്കിലോ, ഈ പ്രണയ ജോഡികളെ എത്ര നേരം മേലും ഇരിക്കും അല്ലേ? കല്യാണം കഴിഞ്ഞാൽ ആ ഡോപ്പമിനങ്ങ് പോകും. പ്രണയ ജോഡികൾ എത്ര നേരം വേണേലും, കപ്പിൾസ് അല്ലേ, ലവ് കപ്പിൾസ്, ദേ ക്യാൻ റിമെയിൻ ടുഗദർ ഫോർ സോ ലോങ്, ദേ വോണ്ട് ഗെറ്റ് ബോർഡ്. ദാറ്റ് കൈൻഡ് ഓഫ് എ ഫീലിംഗ് ഡു യു ഹാവ് വിത്ത് ഹോളി സ്പിരിറ്റ്? അപ്പം അത് ഉണ്ടാവുന്നില്ല. അതിനെന്ത് വേണം? ആളുടെ പ്രസൻസ് വേണം മുമ്പിൽ. ഇപ്പോൾ വേദപുസ്തകം വായിക്കാനിരിക്കുന്നു, ഒരു പാരഗ്രാഫ് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുഷിപ്പോകുന്നു. എന്താ കാര്യം? പ്രസൻസ് ഇല്ല. ആരുടെ പ്രസൻസ് ഇല്ല? ക്രിസ്തുവിൻ്റെ പ്രസൻസ് ഇല്ല, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് പ്രസൻസ് ഇല്ല. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നു, മുഷിപ്പാവുന്നു. എന്തുകൊണ്ടാണ്? പ്രസൻസ് കിട്ടുന്നില്ല, ആളെ കാണുന്നില്ല. ചുമ്മാ വന്ന് 2 മണിക്കൂർ മെനക്കെട്ട്, എന്തായാലും മെനക്കെട്ട് വന്നു നിന്നേച്ച് പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നാൽ ഇത് കിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് പ്രസൻസ് കിട്ടാത്തത്? ഹോളിനെസ് കുറവായതുകൊണ്ട് തന്നെയാണ്. തുറന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നത് ഞാനും ആ കാറ്റഗറിയിൽ നിന്നുകൊണ്ട് തന്നെ പറയാണ്. നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ ക്രിസ്തുവിന്
ഒന്നാം സ്ഥാനം കൊടുക്കാതെ രണ്ടാം സ്ഥാനത്തേക്ക് വെച്ച് കഴിഞ്ഞാലൊന്നും അവിടെ നിന്നും കർത്താവ് വരത്തില്ല. നിങ്ങൾ വിചാരിക്കേ വേണ്ട, വരത്തില്ല. വെറുതെ നമ്മുടെ സമയം കളയാന്നുള്ളതേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ടേ അങ്ങോട്ട് മാറിയിരുന്നു എന്ന് പറഞ്ഞ ആൾ ഇരിക്കുമോ? കസേര കുറവാ, അപ്പുറത്തോട്ട് ഇരുന്നാണ് ഇരിക്കുമോ? ഇരിക്കത്തില്ല, അയാൾ പോവും. മുഖ്യമന്ത്രിയെ വിളിച്ചാൽ ഒന്നാം സ്ഥാനം തന്നെ കൊടുക്കണം. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കൂടാണ് വരുന്നതെങ്കിൽ പ്രധാനമന്ത്രിക്കായിരിക്കും ഒന്നാം സ്ഥാനം, അവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ. ദൈവത്തെ ഇറക്കുവാണെങ്കിൽ, വിളിക്കുവാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ വിളിക്കുവാണെങ്കിൽ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. ആ ഒന്നാം സ്ഥാനം കൊടുക്കുവാനുള്ള ഒരുക്കമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ സീരിയസ് ആയിട്ട് എടുക്കാതെ നമ്മൾ കാത്തിരിപ്പ് ദിവസം 10 ദിവസം ഇങ്ങനെ കാത്തിരിപ്പ് ദിവസമാണെന്നൊക്കെ പറയുന്നത് ആരെ കാത്തിരിക്കുന്നു? പക്ഷെ കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ. കാത്തിരിക്കും വളരെ സൂക്ഷ്മതയോടെ, വിശുദ്ധിയോടെ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകരെ എനിക്കറിയാം. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. യെശയ്യാ 61 വാക്യം വായിക്കുന്നതല്ലാണ്. കർത്താവ് വേദപുസ്തകം തുറന്നിട്ട് ആദ്യം വായിച്ച വാക്യമാണ് അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവൻ എഴുന്നേറ്റ് നിന്ന് വേദപുസ്തകം ന്യായപ്രമാണത്തിന്റെ ചുരുളെടുത്തിട്ട് തുറന്ന് വായിച്ചിട്ട് മടക്കി ശുശ്രൂഷകന്റെ കയ്യിൽ കൊടുത്തു. ഇത് സാധാരണ ആള് ചെയ്യുന്നത് പോലെ കർത്താവ് എണ്ണീറ്റ് ചെയ്ത കാര്യമാണ്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവ് എന്തിനാണ് വന്നത്, താൻ ആരാണെന്നുള്ള കാര്യം ഒരു 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 പ്രഖ്യാപനം പോലെ അവിടെ നടത്തുകയാണ്. എന്താണ്? എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുവാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നത് കൊണ്ട് യഹോവയായ കർത്താവിന്റെ ഡാഷ് എൻ്റെ മേലിരിക്കുന്നു. എന്ത്? ആത്മാവ്. അഭിഷേകം. ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഒരു അഭിഷേകമാണ്. ഈ അഭിഷേകം നമുക്ക് അനുഭവമുണ്ട്. വെള്ളം നമ്മുടെ ദേഹത്ത് വന്ന് വീഴുമ്പോൾ അത് പനിനീർ തുള്ളിയായിട്ട് ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ അന്തരാളത്തിൽ വന്ന് വീഴുന്നത് നമുക്ക് അത് ശരീരത്തിൽ പോലും അനുഭവപ്പെടണം. ശരീരത്തിൽ അത് വെള്ളം വന്ന് വീഴുമ്പോൾ, നിങ്ങളുടെ മേൽ വെള്ളത്തുള്ളിയിൽ തെളിക്കുമ്പോൾ, അത് എസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞ വചനം, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. അങ്ങനൊരു വചനമുണ്ട്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. അന്ത്യകാലത്ത് എല്ലാ സകല ജാതികളുമേലും എൻ്റെ ആത്മാവിനെ പകരും, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. അതായത് മാനസാന്തരമുള്ള, അനുതാപമുള്ള, എപ്പോഴും ദിവസവും പെന്തിക്കോസ്തി അനുഭവിക്കുവാൻ സാധ്യമുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. പെന്തിക്കോസ്തി ആണ്ടിലൊരിക്കൽ നടത്തുന്നതല്ല, അങ്ങനെ ആയിപ്പോയി നമ്മുടേത്. അതുകൊണ്ട് അനുതാപവും ആണ്ടിലൊരിക്കലായിപ്പോയി. അതൊട്ട് അനുതാപവും അല്ലാതാനും. ആണ്ട് കുമ്പസാരം, കല്യാണ കുമ്പസാരം, പൊതുയോഗ കുമ്പസാരം, അതൊന്നും കുമ്പസാരമേ അല്ല. എനിക്ക് പറയുന്നതിൽ ഒരു നാണക്കേടുമില്ല. ചുമ്മാ ഒന്ന് വരികയാണ്, എന്നിട്ട് കർത്താവിനെ കള്ളനാക്കിയിട്ട് പോവുകയാണ്. അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? പലരും കുമ്പസാരിക്കാൻ വരുമ്പോൾ ഞാനത് ആദ്യം കുറേ അവരെ ഒരു പാപബോധത്തിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. ഇത്രയും പറഞ്ഞിട്ടും നമ്മുടെ തൊണ്ട പറ്റിയാണ് ഈ പറയുന്നത്. എന്തെങ്കിലും കർത്തൃസന്നിധിയിൽ ഏറ്റു പറയാനുണ്ടെങ്കിൽ പറയുമ്പോൾ ഒരു 75% ആൾക്കാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാനങ്ങനെ വലിയ പാപമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. പിന്നെ കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ഈ കൊച്ചു പിള്ളേർ പറയുന്ന പോലെ എന്നെ പീച്ചി, എന്നെ മാന്തി സാറേ എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങൾ 1 യോഹന്നാൻ ഒന്ന് എടുത്തേ. 1 യോഹന്നാൻ വായിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിങ്ങളിൽ പാപമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിനെ കള്ളനാക്കുന്നു എഴുതിയിട്ടുണ്ട്. കർത്താവിന് എന്ന് പറഞ്ഞാൽ ഞാൻ പരിശുദ്ധൻ, കർത്താവാണ് ഈ പാപം മൊത്തം ചെയ്തത്, ഞാനല്ല. അത് വായിച്ച എത്ര ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നല്ലേ വേദപുസ്തകം, തുറന്നിട്ടേ ഇല്ല. അതുകൊണ്ടാണ് അത് എത്രാമത്തെ വാക്യാന്ന് പറഞ്ഞേ? 1 യോഹന്നാൻ 1 അധ്യായം 8 വാക്യം വായിച്ചേ. എന്നോടാ വായിച്ചോ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച്
ഞാനൊന്നുകൂടെ വായിക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 10-ാം വാക്യം വായിച്ചു. If we say we have not sinned, we make him a liar. Whom? കർത്താവിനെ കള്ളനാക്കുന്നത്. ഇതല്ലേ നമ്മൾ കുമ്പസാരത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് വലിയ പാപമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് തെറ്റ് പറയത്തില്ലേ, ശരിയാ, ഞാനായിരിക്കും കുറ്റം, എൻ്റെ ആണല്ലോ തെറ്റ്. കർത്താവ് നമ്മളോട് അങ്ങനെ പറയുന്നതിരിക്കും, നീ പോടാ മോനെ, ഞാനാ തെറ്റുകാരൻ, ഞാൻ പറഞ്ഞു പോയി കുമ്പസാരിക്കണം, തെറ്റെൻ്റേതാ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കുമ്പസാരം വന്നിരിക്കുന്നത്. അവനെ കള്ളനാക്കുകയാണ്. നമ്മൾ എല്ലാ ദിവസവും പെന്തിക്കോസ് നടക്കേണ്ടത് ഒരു ആണ്ടിലൊരിക്കലല്ല, കുമ്പസാരം നടക്കേണ്ട ആണ്ടിലൊരിക്കലല്ല. എവറി ഡേ യു ഹാവ് ടു റിപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പോയി മാത്രമല്ല, അത് ചെയ്യണം. പുരോഹിതൻ്റെ അടുത്ത് പോയി കുമ്പസാരം, മീൻ വൈൽ ടൈം ടു ടൈം യു ഹാവ് ടു ഡു ദാറ്റ്. ബട്ട് every day, I tell you, every day you have to repent, day and morning, because every day we are into sins always. നമ്മൾ പോലും അറിയാതെ നമ്മൾ പാപത്തിൽ വീണുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ എണീക്കുമ്പോഴും ദൈവസന്നിധിയിൽ വചനം വായിക്കാതിരിക്കുമ്പോൾ പ്രസൻസ് കിട്ടിയാൽ എനിക്ക് ഉറപ്പാണ് അനുതാപം വരും. നമുക്ക് കർത്താവിൻ്റെ പ്രസൻസ് കിട്ടിയാൽ ആദ്യം വരുന്നത് അനുതാപമാണ്. വൈകിട്ടും കിടക്കുന്നതിന് മുമ്പായി വചനം വായിക്കാനിരുന്നു കഴിഞ്ഞാൽ പ്രസൻസ് കിട്ടിയാൽ അനുതാപം വരും. വേറെ ഒന്നും നമുക്കില്ല ചെയ്യാൻ. അതുകൊണ്ടാണ് ഇൻ ഓർത്തഡോക്സ് വർഷിപ്പ് ദ മോസ്റ്റ് പവർഫുൾ പ്രയർ ഈസ് നത്തിങ് ബട്ട്. യു ഡോണ്ട് ഹാവ് നത്തിങ് ടു സേ അതർ ദാൻ, you have nothing to say other than Lord have mercy on me, Jesus Christ, Son of God. വേറൊന്നും പറയാനില്ല. എൻ്റെ കർത്താവേ, ദാവീദിൻ്റെ പുത്ര, പാപിയ എന്നോട് കരുണയുണ്ടാകണമേ. അത് വലിയ പ്രാർത്ഥനയാണ്. ഒരൊറ്റ പ്രാർത്ഥനയിൽ കർത്താവ്, ഞാൻ പറയട്ടെ, പച്ചമലയാളത്തിൽ മൂക്കും കുത്തി വീഴും. കണ്ണുനീരും അനുതാപവും കർത്താവിന് വലിയ ബലഹീനതയാണ്. ദൈവത്തിന് ബലഹീനതയില്ല, പക്ഷേ ഇത് രണ്ടും ബലഹീനതയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരുടെ ബലത്തിനേക്കാളിൽ ശക്തിയുള്ളതാണ്. കൊരിന്ത്യർക്ക് 2 കൊരിന്ത്യർ 2 അധ്യായത്തിലൊക്കെ ഉണ്ടാക്കാറ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപാരം നമ്മളുടെ മേൽ ഉണ്ടാകുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവശ്യിക്കും എന്നുള്ള ലൂക്കോസ് 1:35 വചനവും യെശയ്യാ 61 പറയുന്ന ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വസിച്ചിരിക്കുന്നതുകൊണ്ട് എന്നെ ആ വചനം യെശയ്യാവിൻ്റെ പുസ്തകം 61 എളിയവരോട് സുവിശേഷം അറിയിക്കുവാൻ യെശയ്യാവിൻ്റെ പുസ്തകം Spirit of the Lord God is upon me because the Lord has anointed me to bring good news to the poor. He has sent me to bind up the broken heart. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് യഹോവയുടെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഈ വചനങ്ങളൊക്കെ നമ്മൾ ഉരുവിട്ടുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ ഒരുങ്ങണം. പ്രത്യേകിച്ച് നിങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ഒരുങ്ങണം. പള്ളിയുടെ കൂദാശ വരുകയാണ്. ഈ ആലയത്തെ നിങ്ങൾ ആ പ്രാർത്ഥന ശ്രദ്ധിച്ചു വേണം. കഥകയിൽ 3 റൂഷ്മ ചെയ്യും മൂറോൻ കൊണ്ട്. മാമോദീസായിൽ മൂറോൻ കൊണ്ട് ശരീരത്തെ കൂദാശ ചെയ്യുന്നു. ആ മൂറോൻ തന്നെ എടുത്ത് ദേവാലയത്തെയും കൂദാശ ചെയ്യുന്നു. വേറെ ഒരു കാര്യത്തിനും മൂറോൻ ഉപയോഗിക്കില്ല. തബിലിത്ത, ത്രോണോസ്, ദേവാലയം. അപ്പോൾ ദേവാലയം നമ്മുടെ ശരീരം തമ്മിൽ എന്തുമാത്രം കണക്റ്റഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ആ പ്രാർത്ഥന പ്രകാരമാണ് വിശുദ്ധ ദൈവമാതാവിൻ്റെയും അല്ലെങ്കിൽ ഏത് ദൈവമാതാവിൻ്റെ പേരെന്തായാലും പറയും. എന്നിട്ട് വിശുദ്ധ സ്ലീഹന്മാരുടെയും സാധുന്മാരുടെയും മോദിയന്മാരുടെയും ഈ ആലയം ആരുടെ നാമത്തിൽ സാധുമായിരിക്കുന്നുവോ ആ പരിശുദ്ധൻ്റെയും പേര് പറഞ്ഞിട്ട് കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ ആലയത്തെയും ഞങ്ങളെയും ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ബാറക്കുമോർ ബഷ്മൂദാബോ ഉദാബറോ അദ്രൂഹോയെ കാദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിന്മേൽ വരയ്ക്കുന്ന പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യണം. കാരണം മൂറോനാണ്, ശരീരത്തിലേ അത് വഹിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വചനം ഓർത്തിരിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ
ദൈവം നശിപ്പിക്കും. കോരിന്ത്യർ 5 ഒരു വചനമുണ്ട്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിഞ്ഞുകൊള്ളുവിൻ. ആയതിനാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് നിർവഹിക്കേണ്ടത് ശരീരം കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ ആരാധിക്കേണ്ടത് ശരീരം കൊണ്ടുകൂടിയാണ്. ശരീരം കൊണ്ട് ആരാധിക്കണമെങ്കിൽ ശരീരം ശുദ്ധിയുള്ളതായിരിക്കണം. യു ഹാവ് ടു കീപ് യുവർ ബോഡി ഇൻ ഹോളിനെസ്, നോട്ട് ഓൺലി ഇൻ ക്ലെൻലിനെസ്. വി ആർ ക്ലെൻലി, we are bothered about our cleanliness, that's fine, but how far we are bothered about our holiness? ഇത് രണ്ടും ആവശ്യമാണ്. നമുക്കതുകൊണ്ട് ആ ഒരു കാര്യം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിവസത്തിൽ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.